നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മൾ അവ ശ്രദ്ധിക്കാതെ പോകാം. പക്ഷേ അവയുടെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ വലിയ കാരണങ്ങൾ ഉണ്ടാവാം. ഇന്ന് ഞാൻ നിങ്ങളെ അങ്ങനെ ഒരു രഹസ്യം പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമുക്കറിയാം പ്ലാസ്റ്റിക് സ്റ്റൂൾ. അതിൽ നമ്മളൊരു ദ്വാരം കാണാറില്ലേ? എന്തിനാണ് ഈ ദ്വാരം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ അതൊരു ഡിസൈൻ ആയിരിക്കും എന്ന് കരുതിയിട്ടുണ്ടാവാം. എന്നാൽ അതിനു പിന്നിൽ ഒരുപാട് പ്രായോഗികമായ കാരണങ്ങളുണ്ട്. ആ ഒരു ചെറിയ ദ്വാരത്തിന് പിന്നിൽ ഒന്നോ രണ്ടോ കാരണങ്ങളല്ല, 5 കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ ഉണ്ടാക്കുന്നത് വലിയ അച്ചുകൾ ഉപയോഗിച്ചാണ്. ഉരുകിയ പ്ലാസ്റ്റിക് ഈ അച്ചുകളിലേക്ക് ഒഴിച്ച് തണുപ്പിക്കുമ്പോൾ സ്റ്റൂൾ അതിന്റെ ആകൃതി കൈക്കൊള്ളുന്നു. ദ്വാരമില്ലാത്ത ഒരു സ്റ്റൂൾ മോൾഡിൽ നിന്ന് പുറത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്ലാസ്റ്റിക് തണുക്കുമ്പോൾ മോൾഡിന്റെ ഭിത്തികളുമായി ചേർന്ന് ഒരുതരം ശൂന്യത അഥവാ വാക്വം ഉണ്ടാവാം. ഈ ദ്വാരം ഉള്ളതുകൊണ്ട് മോൾഡിന്റെ ഉള്ളിലേക്ക് വായു കടക്കുകയും വാക്വം ഇല്ലാതാവുകയും ചെയ്യും. ഇത് സ്റ്റൂൾ എളുപ്പത്തിൽ പുറത്തെടുക്കാൻ നിർമ്മാതാക്കളെ സഹായിക്കുന്നു. രണ്ടാമത്തെ കാരണം സാമ്പത്തികമാണ്. ഈ ദ്വാരം ഉള്ളതുകൊണ്ട് സ്റ്റൂൾ ഉണ്ടാക്കാൻ ആവശ്യമായ പ്ലാസ്റ്റിക്കിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ഓരോ സ്റ്റൂളിലും കുറച്ച് പ്ലാസ്റ്റിക് കുറയുമ്പോൾ ലക്ഷക്കണക്കിന് സ്റ്റൂളുകൾ ഉണ്ടാക്കുമ്പോൾ ഇത് വലിയ സാമ്പത്തിക ലാഭമാണ് കമ്പനികൾക്ക് നൽകുന്നത്. കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ട് സ്റ്റൂളിന് ഭാരം കുറയും. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുള്ള ചെലവ് കുറയ്ക്കാനും സഹായിക്കും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഭാരവിതരണം മെച്ചപ്പെടുത്തുന്നു എന്നതാണ്. ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ഭാരം മുഴുവൻ സ്റ്റൂളിൻ്റെ ഇരിപ്പിടത്തിലാണ് വരുന്നത്. ദ്വാരമില്ലാത്ത ഒരു സ്റ്റൂളിൽ ഈ ഭാരം ഒരു പ്രത്യേക ഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് സ്റ്റൂളിൻ്റെ ആ ഭാഗത്ത് സമ്മർദ്ദം കൂട്ടുകയും പൊട്ടാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. എന്നാൽ നടുവിൽ ദ്വാരം ഉള്ളതുകൊണ്ട് ഈ ഭാരം സ്റ്റൂളിൻ്റെ 4 കാലുകളിലേക്കും ചുറ്റിലേക്കും ഒരുപോലെ വിതരണം ചെയ്യപ്പെടുന്നു. ഇത് സ്റ്റൂളിന് കൂടുതൽ സ്ഥിരതയും ഉറപ്പും നൽകുകയും കൂടുതൽ കാലം കേടാവാതെ നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾക്ക് ചിലപ്പോൾ ഭാരക്കൂടുതൽ വരുമ്പോൾ നടുഭാഗം താഴേക്ക് കുഴിയാനുള്ള സാധ്യതയുണ്ട്. ദ്വാരം ഉള്ളത് ഈ സാഗിങ് കുറയ്ക്കാനും സ്റ്റൂളിന് അതിൻ്റെ ആകൃതി നിലനിർത്താനും സഹായിക്കും. ഇത് സ്റ്റൂളിൻ്റെ സ്ഥിരതയും ആയുസ്സും വർദ്ധിപ്പിക്കുന്നു. നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇത് വാക്വം ഉണ്ടാക്കുന്നത് തടയുന്നു എന്നതാണ്. നമ്മൾ സ്റ്റൂളുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെക്കുമ്പോൾ അവയുടെ പരന്ന പ്രതലങ്ങൾക്കിടയിൽ വായു കുടുങ്ങാൻ സാധ്യതയുണ്ട്. ദ്വാരമില്ലാത്ത സ്റ്റൂളുകളാണെങ്കിൽ ഈ വായു പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ വരികയും സ്റ്റൂളുകൾക്കിടയിൽ ഒരുതരം ശൂന്യത അഥവാ വാക്വം രൂപപ്പെടുകയും ചെയ്യും. ഈ വാക്വം കാരണം സ്റ്റൂളുകൾ പരസ്പരം ശക്തിയായി ഒട്ടിപ്പിടിക്കുകയും പിന്നീട് ഇവയെ വേർപെടുത്താൻ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. നടുവിലെ ഈ ദ്വാരം ഉള്ളതുകൊണ്ട് വായുവിന് സ്വതന്ത്രമായി പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരാനും സാധിക്കും. ഇത് സ്റ്റൂളുകൾക്കിടയിൽ വാക്വം രൂപപ്പെടുന്നത് തടയുകയും അവയെ എളുപ്പത്തിൽ അടുക്കാനും എടുക്കാനും സഹായിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാരണം ഇത് നമ്മുടെ ഉപയോഗം എളുപ്പമാക്കുന്നു എന്നതാണ്. ഇത് 2ആയി തരംതിരിക്കാം. ഒന്ന്, എടുക്കാനുള്ള എളുപ്പം. ഈ ദ്വാരം ഒരു കൈപ്പിടി പോലെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് സ്റ്റൂളുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുമ്പോൾ ഈ ദ്വാരത്തിലൂടെ വിരൽ കടത്തി എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. 2, വെള്ളം വാർന്നു പോകാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പുറത്തോ കുളിമുറിയിലോ ഉപയോഗിക്കുന്ന സ്റ്റൂളുകളിൽ വെള്ളം കെട്ടി നിൽക്കില്ല. ഈ ദ്വാരം ഒരു ഡ്രെയിനേജായി പ്രവർത്തിച്ച് വെള്ളം ഒഴുകിപ്പോകാൻ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്റ്റൂളിൻ്റെ നടുവിലെ ഈ ചെറിയ ദ്വാരം വെറുമൊരു ഡിസൈൻ മാത്രമല്ല. ഇത് നിർമ്മാണത്തിൻ്റെ എളുപ്പം, സാമ്പത്തിക ലാഭം, ഭാരവിതരണം, വാക്വം തടയുന്നത്, ഉപയോഗിക്കാനുള്ള സൗകര്യം എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒരു മികച്ച എഞ്ചിനീയറിംഗ് തീരുമാനമാണ്. അടുത്ത തവണ നിങ്ങൾ ഒരു സ്റ്റൂൾ കാണുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഫോളോ ഫോർ മീ.